ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. നമ്മുടെ കല്ലുമ്മക്ക റോസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തിട്ടാട്ടോ ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കല്ലുമ്മക്കായ നല്ലോണം ക്ലീൻ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പുറ്റും മണ്ണും ചെളിയൊക്കെ കാണാം. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് വെള്ളത്തിലിങ്ങനെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അത് ക്ലീൻ ആയതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാണ്ട് തന്നെ ഇത് അടച്ച് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് വരും, നമ്മുടെ കക്കയിറച്ചിയൊക്കെ എടുക്കുന്ന പോലെ. എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഴുക്കുണ്ടാവും. പിന്നെ ഒരു സൈഡിലൊരു ചെറിയൊരു ഞരമ്പ് ഒരു സ്ട്രിങ് പോലത്തെ സംഭവമുണ്ട്. ഞാനിങ്ങനെ വീഡിയോസ് കണ്ടപ്പോൾ അതിൽ പറഞ്ഞു ഇത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വയറുവേദന എടുക്കുമെന്ന്. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈം എടുത്തിട്ടോ ഞാൻ ക്ലീൻ ചെയ്തത്, കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെയാകും എന്നുള്ളതുകൊണ്ട്. വൃത്തിയിൽ ഞാനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലുണ്ട് ഇങ്ങനെ ഒരു സ്ട്രിങ് പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അതിങ്ങനെ പയ്യെ വലിക്കുമ്പോൾ ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ആദ്യം അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടാട്ടോ ബാക്കി ചെയ്യണേ. ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇനി മസാല ചെയ്തിട്ട് ഇതൊന്ന് ചെയ്യാം കേട്ടോ. ഞാനതിവിടെ റോസ്റ്റ് പോലെയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയുള്ളി ആട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു 12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ടൈപ്പ് ചെറിയുള്ളി ആയിരുന്നു, ഒരു 12 എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് പകരം സവാള യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. സവാള ആണെങ്കിൽ ഒരു മീഡിയം സൈസ് 2 മതിയാവും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 കിലോ കല്ലുമ്മക്കായ ഉണ്ടായിട്ടോ. തോടോട് കൂടിയിട്ട് 2 കിലോ ഉണ്ടായിരുന്നു. ചെറിയ സൈസായിരുന്നു കേട്ടോ കല്ലുമ്മക്കായ. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. വലുതായിരുന്നു ചെറിയുള്ളി. ഇതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കുടിച്ചിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ ഒരു പാകമാകുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ ചതച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരിവായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പരിവാകുമ്പോഴേക്കും നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇത്ര ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ വേറെ എക്സ്ട്രാ ഗരം മസാല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് മസാലാസ് ആഡ് ചെയ്യരുത്, ഫിഷിലാണെങ്കിലും ഇങ്ങനെയൊക്കെയാണെങ്കിലും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് അടച്ചു മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക. എന്നിട്ട് ഇതിന് വെള്ളം ഇറങ്ങും കേട്ടോ നീരിതായിട്ട്. എന്നിട്ട് അതിൽ കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 20 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്തെടുത്തത്, ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 20 മിനിറ്റ് ഇത് അടച്ച് മൂടി വേവിച്ചിട്ട് തുറന്നപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം എരിവ് ഞാൻ കുറച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എരിവ് ഒരു നോർമൽ എരിവാണ്, ഭയങ്കര എരിവുള്ള ഒരു ഇതായിട്ടല്ല, ഒരു നോർമൽ എരിവിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു നേരിയ എരിവിലാണ് ചെയ്തെടുത്തതുണ്ടായിരുന്നത്. എന്നിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലയുടെ ഇത് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യില്ല കേട്ടോ. ഫിഷിനാണെങ്കിലും കക്കയ്ക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ തുറന്നിട്ട് സിമ്മിലിട്ട് തന്നെ കുക്ക് ചെയ്യാം. തുറന്നിട്ട് പയ്യെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത് വെക്കുന്നതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വെച്ച് നോക്കിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കക്കയിറച്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും എന്നാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അല്ല, ഇതൊരു മൈൽഡ് ടേസ്റ്റാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കല്ലുമ്മക്കായ. അപ്പം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് ഫ്രൈ ആക്കിയിട്ട് ഏകദേശം ഇങ്ങനെയായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഒരു രീതിയിലല്ലായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് തന്നെയായിരുന്നു ഫ്രൈ ചെയ്തെടുത്തപ്പോഴും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്